الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനായ റബ്ബിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷ്മതയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് എന്നെ മറക്കാതെ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 നാം നിലകൊള്ളുന്നത്. റമദാൻ
നമ്മിൽ നിന്നും വിട പറയുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ആ കുട്ടികളെ വാതിൻ്റെ അവിടെ നീച്ച അവിടെ നീ ചോദിച്ചു, ഈ ഭാഗത്തുകൾ മാറിയിട്ടില്ല. മക്കളെ സൊഫയിലേക്ക് എണീക്ക് സൊഫയിൽ മച്ചാരിക്കണ്ട, എല്ലാവരും എണീക്കും. നിങ്ങളത് വയസ്സന്മാരെ മാറി. ഈ സന്ദർഭത്തിൽ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. നോമ്പ് കൊണ്ട് ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ലക്ഷ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഒരു പുനരാലോചന നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധം ഏത് നിലയിലായിരുന്നു? അതിനെ നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതുവഴി അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് ശക്തിപ്പെടുത്തുവാൻ കഴിഞ്ഞോ? പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിരുന്നു. ആ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ അത് നമുക്ക് ആസ്വാദ്യകരമാണോ അതോ മടുപ്പാണോ ഉണ്ടാക്കിയിരുന്നത്? ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈമാനിന്റെ ലക്ഷണമായി കൊണ്ട് നമുക്ക് സങ്കടവും കണ്ണുനീരും വന്നിരുന്നോ? നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ നോമ്പുകളും നമസ്കാരങ്ങളുമൊക്കെ നമുക്ക് വേണ്ടി ശുപാർശകരായി വരുമെന്ന ഉറപ്പ് നമുക്കുണ്ടോ? നമ്മുടെ സാമൂഹിക കുടുംബ ജീവിത ബന്ധങ്ങളിൽ നമ്മൾ കാണിച്ചിരുന്ന വിനയവും താഴ്മയും വിട്ടുവീഴ്ച മനസ്ഥിതിയുമൊക്കെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആലോചന റമദാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു അനുഭൂതി എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ കുടുംബങ്ങളോടൊക്കെ നല്ല നിലയിൽ പെരുമാറുവാനും അയൽവാസികളോട് സ്നേഹത്തോടെ ഇടപെടുവാനും നോമ്പിൻ്റെതായ എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഒരു മനുഷ്യന് പറയാനുള്ളതെങ്കിൽ അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അവന്റെ നോമ്പ് അവന് ഉപകാരപ്രദമായിട്ടുണ്ട്. മതിയാവില്ല. നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്ത് കാര്യം? നമ്മുടെ നോമ്പുകളും നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യമായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ റബ്ബേ ഇത് സ്വീകരിക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നിർഭരമായ മനസ്സിന്റെ ഉടമകളായി ഞാനും നിങ്ങളും മാറേണ്ടതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബ പടുത്തുയർത്തിയതിനു ശേഷം അദ്ദേഹം നടത്തുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും നീ ഇതിനെ സ്വീകരിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ മനസ്സുകളിൽ നിന്നുണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിലൂടെ നമ്മൾ ജീവിച്ചപ്പോൾ നമ്മൾ പള്ളികളുമായി അണഞ്ഞുകൊണ്ടിരുന്നു. തറാവീഹ് നമസ്കാരത്തിന് നമ്മൾ പ്രാധാന്യം നൽകി. മോശകരമായ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ ഞാനും നിങ്ങളും മാറി നിന്നു. ആ നിലയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്ത ഈ ചിട്ട അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടും ഭയത്തോടും കൂടിയുള്ള പ്രാർത്ഥന വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകുമെന്ന്
പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഅ്മിനീനോട് ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. വല്ലദീന യുഅ്തൂന മാ ആതൗ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്, നൽകുന്നവരാണ് അവർ. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നതാണ്, ബേജാറിലാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങൾ തങ്ങളുടെ റബ്ബിന്റെ അരികിലേക്ക്, അവർ അവരുടെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്നുള്ള ആ ഒരു പേടിയോടുകൂടിയാണ് അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുകയാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിൽ മുന്നേറിയവരാണ്. വഹും ലഹാ സാബിഖൂൻ, ആ നന്മയുടെ കാര്യത്തിൽ അവർ മുൻകടന്നവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്ത് പാരായണം ചെയ്ത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ ദൂതരോട് ഒരു കാര്യം ചോദിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ദൂതരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തിനെ സംബന്ധിച്ച് വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില എന്ന് പറയുന്ന ഈ ആയത്തുണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ച് എന്താണ് കാരണം? എന്തിനാണ് അവർ പേടിക്കുന്നത്? അന്നഹും അല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ, അവർ കള്ളു കുടിച്ചിരുന്നവരും മോഷണം നടത്തിയിരുന്നവരുമായ ആളുകളെ കുറിച്ചാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞത് എന്നവർക്കൊരു സംശയം. കാരണം നല്ലത് ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നവരാണ് എന്ന് പറഞ്ഞത് അവർ തെറ്റിന്റെ മാർഗത്തിലൂടെ മദ്യപിക്കുകയും മോഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലാ യാ ബിൻതി സുദ്ദീഖ്, സുദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല. വലാകിന്നഹും അല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, അവർ നോമ്പ് നോറ്റിരുന്നവരാണ്, അവർ ദാനധർമ്മം ചെയ്തിരുന്നവരാണ്, അതുപോലെ തന്നെ അവർ നമസ്കരിച്ചിരുന്നവരുമാണ്. പക്ഷേ വഹും യഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും ഉലൈക ഹും യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അല്ലാഹു പറഞ്ഞത് ഇതാണ്, അവരുടെ നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും ഒക്കെ പടച്ച റബ്ബ് സ്വീകരിച്ചില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാണ് അവർ ആ നിലയിൽ അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നത് എന്നാണ്. സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കർമ്മങ്ങൾ നടത്തിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവണം. പ്രാർത്ഥിക്കണം, നമ്മൾ അല്ലാഹുവെ സ്വീകരിക്കണേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. അല്ലാഹുവിനോട് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളുടെ കർമ്മങ്ങളെ നീ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അതാണ് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചത്. ഈ നിലയിൽ നമ്മുടെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ പരാജിതരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിരന്തരമായ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏറ്റവും വലിയ ആയുധമായി കൊണ്ട്, ഏറ്റവും വലിയ മിസൈല് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന തന്നെയാണ്. ആയുധവും മസിൽ പവറും കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ ഒരു സത്യവിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ നോക്കണം ബദറിന്റെ ചരിത്രം. ഒന്നുമില്ലാതിരുന്നിട്ടും ബദറിന്റെ രണാങ്കണത്തിൽ നബിയും സഹാബത്തും നേടിയത് അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ ആ വിശ്വാസവും നിരന്തരമായ പ്രാർത്ഥനയും കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ ആ സമയത്ത്, അതിന്റെ തലേ ദിവസം അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചുമലിൽ കിടക്കുന്ന മുണ്ട് താഴേക്ക് വീഴാൻ മാത്രം തേങ്ങി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അദ്ദേഹം ചോദിക്കുകയാണ്,
അല്ലാഹുമ്മ ഐനമാ വഅദ്തനി, അല്ലാഹുവേ നീ എന്നോട് വാഗ്ദാനം ചെയ്തത് എവിടെയാണ്? അല്ലാഹുമ്മ അൻസിസ് ലീ മാ വഅദ്തനി, റബ്ബേ എന്നോട് കരാർ ചെയ്തത് നീ എനിക്ക് നൽകണേ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം, പടച്ചവനെ ഇസ്ലാമിൽപ്പെട്ട ഈ ചെറിയ സംഘമുണ്ടല്ലോ, ഈ സംഘത്തെ നീ എങ്ങാനും നശിപ്പിച്ചു കളയുകയാണെങ്കിൽ ഫലാ തഅബുദു ഫിൽ അർളി അബദ, ഈ ഭൂമിയിൽ പിന്നീട് ഒരു മനുഷ്യനും നിന്നെ ആരാധിക്കുന്നവരുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് ബദറിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. അല്ലാഹു എടുത്തു പറഞ്ഞു, തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് നാം തുടരെ 1000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങൾക്ക് സഹായം നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം, കേവലം 300 ചില്ലാനും സഹാബിമാർ, ദുർബലർ, അതുപോലെ തന്നെ വാഹന സൗകര്യമില്ലാത്തവർ, ആയുധങ്ങളില്ലാത്തവർ, എല്ലാ നിലയിലും പരീക്ഷിക്കപ്പെട്ടവർ, നോമ്പുകാർ, ക്ഷീണിതരാണവർ. പക്ഷേ എന്നിട്ടും അള്ളാഹുവിന്റെ സഹായം അവരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങുകയാണ്. അള്ളാഹു സമാധാനം നൽകുകയാണ്. ശത്രുക്കളെ അവർ വളരെ വില കുറച്ച് കാണുന്ന തരത്തിൽ അവരുടെ മനോഗതിയെ അള്ളാഹു സ്ഥിരപ്പെടുത്തുകയാണ്. ഇത് പ്രാർത്ഥനയുടെ ഫലമാണ് സഹോദരങ്ങളെ. ആ പ്രാർത്ഥന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് സന്ദർഭത്തിലും പ്രയോഗിക്കാവുന്നതാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. നമുക്കറിയാം സഹോദരങ്ങളെ, ഇന്ന് പശ്ചിമേഷ്യ വളരെ സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണല്ലോ. ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തുന്ന യുദ്ധത്തിന്റെ പരിണിത ഫലം അറബ് നാടുകളിൽ അല്ല, നമ്മുടെ അടുക്കള തലങ്ങളിൽ വരെ അതിന്റെ പ്രത്യാഘാതം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 2 ആളുകൾക്കിടയിൽ ചർച്ച ചെയ്താണ്, ഗ്യാസ് കിട്ടാനില്ല, പരീക്ഷണമാണ്, പ്രയാസമാണ്, സാധനങ്ങൾക്ക് മുഴുവനും വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കച്ചവടക്കാരെന്ത് ചെയ്യും? അവർക്ക് കിട്ടാനില്ല. അപ്പൊ കിട്ടുന്ന സാധനത്തിന് അവർ വില കൂട്ടി വിൽക്കേണ്ടി വരുന്നു. ഈ ഒരവസ്ഥ ഏറി മുന്നോട്ട് പോകും തോറും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു പരീക്ഷണമാവും. ഈ പരീക്ഷണത്തിന് പരിഹാരം അള്ളാഹുവിനോടുള്ള നിരന്തരമായ പ്രാർത്ഥനകളാണ് നമുക്ക് മാർഗം. സഹോദരങ്ങളെ, നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഗൾഫ് നാടുകളിലുണ്ട്. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് സ്വന്തം മക്കളെയും ഭാര്യയും കാണാൻ വേണ്ടി ആഗ്രഹിച്ചവർ അവിടെ ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജോലിക്ക് ലീവിന് നാട്ടിൽ വന്ന് തങ്ങളുടെ ജോലിക്ക് തിരിച്ചു പോകാൻ പറ്റാതെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായവർ നമ്മൾക്ക് അറിയാം. നമ്മുടെ കുടുംബങ്ങളിൽ പല ആളുകളുമുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നുമില്ല. ഒരു ഹുസൈനും അവിടേക്ക് എത്തുകയില്ല. പടച്ച റബ്ബ് വിചാരിച്ചാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു പോംവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 4000-ന് അപ്പുറം വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിന, പടച്ചോനെ ഈ നാടിനെ നീ സമാധാനത്തിന്റേതാക്കണമേ എന്ന് മക്ക രാജ്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന ഇന്ന് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. മക്കയിലേക്ക് ഉംറക്ക് പോയ ആളുകളോട്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്ക്, എന്താണ് അവിടുത്തെ അവസ്ഥ? അവർക്ക് പറയാനുള്ളത് അങ്ങനെ കേൾക്കുന്നുണ്ട്, പലയിടത്തും പൊട്ടുന്ന വിവരങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പവുമില്ല, വല്ലാത്തൊരു അവസ്ഥയാണ്. പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ആ ഒരു അവസ്ഥ ഇന്ന് നമ്മൾക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൽകിയ ആ പ്രാർത്ഥനയുടെ പരിണിത ഫലം ഈ ഭയാനകമായ സാഹചര്യത്തിൽ പോലും മക്കയുടെയും പരിസര പ്രദേശങ്ങളിലൂടെയുമുള്ള ആളുകൾ ഒരു നിർഭയത്വത്തോടുകൂടി അവർ അവരുടെ നാടുകളിൽ കഴിഞ്ഞുകൂടുന്നു എങ്കിൽ പ്രാർത്ഥന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആയുധം തന്നെയാണ്
എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് നിരന്തരമായി പാപമോചന പ്രാർത്ഥന നടത്തിയാൽ അവനെ സംബന്ധിച്ച് അവനുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പോംവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് ചൂടാണോ, മഴ ലഭിക്കുന്നില്ലേ, റബ്ബിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ദരിദ്രരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാന്റെ മുമ്പിൽ ദരിദ്രരാണ് നമ്മൾ എല്ലാവരും. നമുക്ക് നമ്മുടെ റബ്ബിന്റെ സഹായം കൂടിയേ കഴിയൂ. അള്ളാഹു കൈവിട്ടാൽ ആ സമൂഹം തകർന്നു പോകും. ഒരാളും പിന്നീട് അവരെ സഹായിക്കാനുണ്ടാവില്ല. അതിനാൽ തന്നെ സത്യവിശ്വാസികളെ, പരിശുദ്ധ റമളാനിന്റെ ഈ അവസാന സമയങ്ങളിൽ ആത്മനിയന്ത്രണത്തോടെ നമ്മുടെ മനസ്സുകളെ തെറ്റിന്റെ ബാധയിൽ നിന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുവാനുള്ള ആ ഒരു മനസ്ഥിതിയാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടത്. ഞാനും നിങ്ങളും ഒരു യാത്രയിലാണ്, പരലോകമാകുന്ന ലോകത്തേക്കുള്ള യാത്രയിൽ. ആ യാത്രയിൽ നമ്മുടെ വാഹനം അല്ലാഹ് നമ്മുടെ കർമ്മങ്ങളാണ്. ആ യാത്രയിലേക്കുള്ള നമ്മുടെ ഇന്ധനം നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ നിറക്കേണ്ടത് ഖുർആനിന്റെയും അതുപോലെ തന്നെ നമസ്കാരവും നോമ്പും പോലെയുള്ള ആരാധനകളെ കൊണ്ടാണ് അതിന്റെ ഇന്ധനം നമ്മൾ നിറക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസം, തഖ്വ, അല്ലാഹുവിനോടുള്ള ഭയഭക്തിയാണ് നിങ്ങളുടെ യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും മികച്ചത്. അതിനാൽ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനുള്ളത് സിറാത്തുൽ മുസ്തഖീമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീന മസ്ജിദിൽ തന്റെ മുമ്പിൽ മണലിൽ ഒരു വര വരച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇതാണ് എന്റെ മാർഗം, ഈ മാർഗത്തിലൂടെ പിന്തുടരുന്ന ആളുകൾക്ക് എത്തിച്ചേരാനുള്ളതാണ് സ്വർഗം. പിന്നീട് അവിടുന്ന് തിരിച്ചും മറിച്ചും പല വഴികളിലൊക്കെ ഒരുപാട് വരകൾ വരയ്ക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇവിടങ്ങളിലെല്ലാം ഇത് ദുർഘടമായ പാതയാണ്, ഈ പാതകളിലെല്ലാം പിശാച് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഷഹവാത്തുകളുമായി കൊണ്ട്, ലൗകിക സുഖങ്ങളുമായി കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾക്ക് കൺകുളിർമ തോന്നുന്ന തരത്തിലുള്ള ആ ഒരു രൂപത്തിൽ പിശാച് നിങ്ങളെ വശീകരിക്കുകയാണ്. അവസാനം അവൻ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയുന്ന തരത്തിലേക്ക് ആ മാർഗങ്ങളെ നിങ്ങൾക്ക് അലങ്കാരമാക്കിയിട്ടുണ്ട്. എന്നാൽ എന്റെ മാർഗം അതൊരൽപ്പം പ്രയാസകരമായി നിങ്ങൾക്ക് തോന്നും. അവിടെ ക്ഷമയോടെ, സഹനത്തോടെ, അള്ളാഹുവിന്റെ കലാമിനനുസരിച്ച്, എന്റെ ചര്യനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ശത്രുവിനെ മനസ്സിലാക്കിക്കൊണ്ട്, പിശാച് നിങ്ങളെ പഴപ്പിക്കുന്ന ശത്രുവാണ്, നിങ്ങളുടെ ദേഹേച്ഛ നിങ്ങളെ വഴിപിഴപ്പിക്കും, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ തീർച്ചയായും ഞാനും എന്റെ സഹാബത്തും ഏതൊരു മില്ലത്തിലായിരുന്നുവോ ആ ഒരു മില്ലത്തിൽ അവന്റെ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള അവസരം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ദൂതർ നമ്മളോട് സന്തോഷം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു മില്ലത്തിനനുസരിച്ചാണ് ഈ ഒരു മാസത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയത്. അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്നു. ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വരാനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി. നമ്മൾ ആളുകളോടുള്ള സംസാരത്തിൽ മിതത്വവും അന്തസ്സും കാണിച്ചു. നമ്മുടെ കുടുംബങ്ങളോട് നമ്മൾ മാന്യമായി പെരുമാറി. ഈ ഒരു മില്ലത്താണ് അള്ളാഹുവിന്റെ ദൂതർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെ തുടർന്നുള്ള ജീവിതവും നമ്മൾ ആ നിലയിലായിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്. അതാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവൻ ഈ ലോകത്ത് നിന്ന് വേർപ്പെടുന്നത് വരെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിങ്ങൾക്ക് മരണം വരുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ റജുമാനസ്കരായിക്കൊണ്ട് ആരാധിക്കണമെന്നുള്ളതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിച്ച് കാണിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നാം നേടിയെടുത്തതും അത് തന്നെയാണ് ഈ കഴിഞ്ഞ റമദാനിലൂടെ. അത് തുടർന്ന് നഷ്ടപ്പെടാതെ അതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ ജാഗരൂകരാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. അതിനാൽ അള്ളാഹു നമ്മെ വിചാരണക്കെടുക്കുന്നതിന് മുൻപ്
നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒന്ന് ഹിസാബ് നോക്കണം. ഈ കഴിഞ്ഞൊരു മാസക്കാലം എന്റെ ജീവിതം എങ്ങനെയായിരുന്നു, അതിനു മുൻപുള്ള എന്റെ ജീവിതം എങ്ങനെയായിരുന്നു. എന്റെ മനസ്സിന് സന്തോഷമുണ്ട്, അൽഹംദുലില്ലാഹ്. റമദാൻ എനിക്കൊരു പുതിയ ഊർജം നൽകിയിട്ടുണ്ട്. ഇനി അതൊരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ആ ഒരു ദൃഢപ്രതീക്ഷയോടെ, ആ ദൃഢവിശ്വാസത്തോടു കൂടി ആയിരിക്കണം എന്റെയും നിങ്ങളുടെയും തുടർന്നുള്ള ജീവിതം. അങ്ങനെ നമ്മൾ മരണത്തിന് അഭിമുഖീകരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ റൂഹിനെ പിടിച്ചെടുക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയുവാനുള്ള ആ ഒരു അവസ്ഥ എന്നിലും നിങ്ങളിലും ഉണ്ടാവണം. അതിനുള്ള കഠിന പരിശ്രമങ്ങൾ നമ്മൾ നടത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.